നമ്മുടെ റെബൽ സ്റ്റാർ പ്രഭാസ് നായകനാവുന്ന പുതിയ സിനിമയാണ് അനിമൽ സിനിമയ്ക്ക് ശേഷം സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ്. സിനിമയിൽ പ്രഭാസ് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ന്യൂ ഇയർ സ്പെഷ്യലായിക്കൊണ്ട് സിനിമയിൽ നിന്ന് ഫസ്റ്റ് ലുക്ക് പുറത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സിനിമയുടെ റിലീസ് ഡേറ്റും പുറത്ത് വന്നിരിക്കുകയാണ്. സിനിമ ഈ വർഷമില്ല, 2027 മാർച്ച് മാസം പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത്. വഴിയെ കണ്ടറിയാം. ആൻ്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന പുതിയ സിനിമയാണ് കാട്ടാളൻ. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. കീട്ടിലും റെസ്പോൺസ് തന്നെയായിരുന്നു. പക്ഷേ ചിലവർക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ, ചിലവർക്ക് അത്ര ബോധിച്ചൊന്നുമില്ല. നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് പുറത്ത് വരുന്നുണ്ട്. മാർക്കോ നിർമ്മിച്ചിട്ടുള്ള ക്യൂബ് ഇൻ്റർനാഷണലാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അതിന് മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കോ സിനിമയിൽ അത്ര വയലൻസ് ഈ സിനിമ കാണത്തില്ലെന്നാണ്. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം സിനിമയിൽ അത്യാവശ്യം വയലൻസ് ഉണ്ട് മക്കളെ. ടീസർ കണ്ടതൊന്നുമല്ല, ഇനി ട്രെയിലർ വരാൻ കിടപ്പുണ്ട്, അതിലാണ് കാര്യം. ടൊവിനോ തോമസ് നായകനെത്തുന്ന പുതിയ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ നമ്മുടെ പൃഥ്വിരാജും വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഷെഡ്യൂൾ എല്ലാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ പോർഷൻസ് എല്ലാം എടുത്ത് തീർന്നിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ അത്ര പ്രോമിസിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് അല്ലെന്ന് തോന്നുന്നു വരുന്നത്. ഇതിന് മുന്നേ 50 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാക്കപ്പായെന്നും പറഞ്ഞ് ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കുറച്ച് പാച്ച് വർക്കും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തുവാടേ, ഒന്ന് ഉറച്ചു നിൽക്ക്.